suena. Mire pase y anda de furiosos. മേഡം 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 അതെ ഞാൻ കരിക്കിനകത്തല്ല ഞാൻ ഇവിടെ നിൽക്കുക. ഓക്കെ ഗിരി ഇവിടെ വന്നായിരുന്നു. അതെ. ഗിരി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? എല്ലാം ഓക്കെയാണ്. ഞാനിവിടെ കേരളത്തിൽ നിന്നും ഒരു പയ്യനെ ഇവിടുന്ന് നേരെ അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ ഒരു പെണ്ണിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവിടുന്ന് ഒരു പയ്യനെ ദത്തെടുത്ത് കൊണ്ടുപോവുകയാണ്. ഈ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു. പയ്യൻ എങ്ങനെയുണ്ട്? പയ്യൻ അടിപൊളി പയ്യനാ. ചെറുക്കന്റെ വീട് എങ്ങനെയുണ്ട്? ചെറുക്കന്റെ വീട് പോരാ, കൊച്ചു വീടാ. ഓക്കെ അങ്ങനെ വേണം. സ്വന്തക്കാരൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ കച്ചടകൾ അങ്ങനെ വേണം. വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്? തീരെ ഇല്ല. പയ്യനെ കാണാൻ എങ്ങനെയുണ്ട്? പയ്യനെ കാണാൻ എന്നെ പോലെ തന്നെ. അപ്പൊ അതും കൊള്ളത്തില്ല. അയ്യ പിന്നെ അല്ല മേഡം പയ്യനെ വിളിക്കട്ടോ. പയ്യനെ വിളി. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ അങ്ങോട്ട് പോയി. നീ ഒരിക്കലും അടിപൊളി സെറ്റപ്പ് ജീവിതം സെറ്റപ്പ് എങ്ങനെയെങ്കിലും അമേരിക്ക പോയി സെറ്റപ്പ് ആക്കാം. ഇതാണോ പയ്യൻ? ഇതാണ് ടൈമിന്റെ കാര്യത്തിൽ ഞാൻ പഞ്ച്വാലിറ്റിയാണ്. ഇത്രയും തരം എവിടെയായിരുന്നു? സമയം എന്ന് പറഞ്ഞാൽ ഈ വാച്ച് വില കൂടിയ വാച്ചാണ്, ബ്രാൻഡഡ് വാച്ചാണ്, വാങ്ങിച്ചേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഈ പറയണത്. മേഡം യെസ്, ടൈം ഈസ് കെണ്ട സൂചി 3-ലും ചെറിയ സൂചി 4-ലും പിന്നെ മറ്റേ സൂചി ഓടിക്കൊണ്ടിരിക്കുകയാണ് മേഡം. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയം അറിയാൻ പയ്യ. കുറെ സ്ഥലങ്ങളിൽ അമേരിക്കയിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന താനാണോ ഇങ്ങനെ പറയുന്നത്? കെണ്ട സൂചി എവിടെയെന്ന്? കെണ്ട സൂചി 3-ൽ. കെണ്ട സൂചി 3-ലാണ് 9-ലാണ് എനിക്കുന്നത്. അങ്ങനെ കറക്റ്റ് വന്നിരിക്കുന്നു എന്ന് ഞാനൊരു പയ്യനെ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഓഡിഷനിലൂടെ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. കുട്ടിക്കാലത്തെ ഉള്ള ശീലം വേണോ? ഓഡിഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ല ഉപകരണങ്ങളായാലും ഓഡിഷനിലൂടെ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. പക്ഷെ എന്റെ അപ്പൂപ്പന്റെ കാര്യത്തിൽ മാത്രം ഓഡിഷൻ തെറ്റിപ്പോയി. അതെന്താ പറ്റി? അപ്പൂപ്പൻ ഐസിയിൽ കിടക്കുകയായിരുന്നു മരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്തപോലെ ഓക്സിജന്റെ മെഷീനുകൾ വെച്ചിരിക്കുന്നു. ഇത് ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കി വീണ്ടും വെക്കും, എടുത്തു നോക്കി വീണ്ടും വെക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന്റെ ആ ഒരിച്ച കാര്യത്തിൽ മാത്രമേ എന്റെ ഓഡിഷൻ തെറ്റിയിട്ടുള്ളൂ. പിന്നെ ചെക്കന്റെ പേരെന്താണ്? ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പല രീതിയിലുണ്ട്. ചിക്കൻ തന്തൂരി ഉണ്ട്, അതുപോലെ ചിക്കൻ വറുത്തതുണ്ട്, ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറെ ഐറ്റങ്ങളുണ്ട്. ചെക്കന്റെ പേര് വെക്കുമ്പോ ചിക്കന്റെ പേരാണോ പറയുന്നത്? ചെക്കന്റെ കാര്യം എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ വിൽഫ്രഡ്. അതുപോട്ടെ വന്ന സ്ഥിതിക്ക് ഫുഡൊക്കെ കഴിച്ചായിരുന്നു? സാൻഡ്വിച്ച് കഴിക്കും. അയ്യോ നമ്മള് വാവച്ചാണ് കഴിക്കണത്. അയ്യോ ഇതെന്താ ഇത്? നിന്നെ പോലെ ആപ്പ് ഒപ്പൊന്നും അല്ല അവര്. നിന്നെ പോലെ എന്ന് പറയണ്ട, നമ്മളെ പോലെ എന്ന് പറയാം. അവര് അമേരിക്കൻ സിറ്റിസൺ ആണ്. അവിടെ സംസാരിക്കും, മര്യാദ സംസാരിക്കണം. ഒന്നുമില്ല അവരെ സോഷ്യൽ ശാസ്ത്രങ്ങൾ നമ്മൾ നോക്കണ്ടേടാ. സോഷ്യൽ ശാസ്ത്രങ്ങൾ നമ്മൾ നോക്കട്ടെ. എത്ര വർഷമാണ് ഇവര് കൂടെ? 6 വർഷമായി. അമേരിക്ക കൊണ്ടുപോയാ? ഇല്ല നിന്റെ ഈ സോഷ്യശാസ്ത്രക്കാരാണ് കൊണ്ടുപോകാം. ഒരു മിനിറ്റ് വരൂ. ഇവിടെ മൊത്തത്തിലൊരു ടൂറിസ്റ്റ് ഏരിയയാണ്. ശരിക്കും ടൂറിസം ഏരിയ ഇവിടെയല്ല, ആ പാറയുടെ സൈഡിലോട്ടാണ് ടൂറിസം ഏരിയ. രാവിലെ വെളുപ്പാണ്ട് 6 മണിക്ക് ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഉച്ചയിൽ വെയിലടിച്ചാലും അവിടെ നിന്ന് പോകൂല. അങ്ങനത്തെ ടൂറിസം ഏരിയ. വിദ്യാഭ്യാസം ഉണ്ടോ തനിക്ക്? വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. താനോ? ഞാനല്ല, സാറന്മാര് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്. പിന്നെ ആ സ്കൂള് വിറ്റെന്നാണ് അറിഞ്ഞത് ഞാൻ. പിന്നെ സത്യം. തന്റെ അച്ഛനുണ്ടോ? മാതാപിതാക്കളൊക്കെ ഉണ്ടോ? അയ്യോ എന്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു, ആക്സിഡന്റിൽ മരിച്ചുപോയി. പാപം. മുൻപരിചയം ഉണ്ടായിരുന്നു? പിന്നെ മരിക്കാൻ പോകുമ്പോ പിന്നെ അങ്ങനെ മുൻപരിചയം ഉണ്ടാവണം. എങ്ങനെയാണ് മരിക്കാൻ പോയാ? എടോ അതല്ല, ഡ്രൈവർ അല്ലേ, വണ്ടി ഓടിക്കാൻ മുൻപരിചയം ഉണ്ടായിരുന്നു. അതിന് പരിചയമില്ലായിരുന്നു. മേഡം നമ്മുടെ ഈ ചെറുക്കൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്റർവ്യൂലോട്ടൊന്ന് കിടക്കാം. അതായത് ഈ ചെറുക്കന്റെ ഗുണഗണങ്ങളെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? നമ്മൾ ഇതിന്റെ ചെറുക്കന്റെ കണക്കണാടി. കണക്കണല്ല, യവന്റെ കഴിവുകളെ കുറിച്ച് നമുക്ക് അറിയണ്ടേ മേഡത്തിന്? എന്ത് ചെയ്യും? യവൻ നല്ല രീതിയിൽ പാട്ട് പാടും. പാടുമോ? ഒരു പാട്ട് പാടും. കേക്കട്ടെ ആന്റി, കേക്കട്ടെ. അടങ്ങി നിൽക്കൂലേ? കേക്കട്ടെ. പിന്നെ ഒരു പാട്ടുണ്ട് അടിപൊളി. പാടും. വലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ ഒരു സൈസ് മഞ്ഞക്കിളിയുടെ ഒരു പ്രത്യേകതരം മഞ്ഞക്കിളിയുടെ ഇന്ന് രാവിലെ കണ്ട മഞ്ഞക്കിളിയുടെ നമ്മളെ റബ്ബറിന്റെ മൂടിയിരുന്ന മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. ഒരു സൈസ് മഞ്ഞക്കിളിയുടെ. ഇനി നിന്റെ മഞ്ഞക്കിളി കൂടെ ഇറക്കി കഴിഞ്ഞാൽ എന്റെ പപ്പം കൂടെ പറഞ്ഞ കരുത്തി ഓടിച്ചു കളയും. മഞ്ഞക്കിളി കണ്ടല്ലേ? അമേരിക്ക പോണ്ടേ എനിക്ക്. മേഡം പാടുമോ? മേളത്തിൽ പാട്ടല്ലല്ലോ, മേളത്തിൽ ഇടിയും മഴയും അല്ലയോ? ഭ്രാന്താണാർക്കാ ഈ ചീഞ്ഞ കോമഡിക്കൊക്കെ അടച്ചിരിക്കണം. എടാ വലിയ വലിയ ആൾക്കാർ ചീഞ്ഞ കോമഡി അടിച്ച് നമ്മൾ ചിരിച്ച് കയറ്റി കൊടുക്കണം. ഭയങ്കര കോമഡി. അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോ ആയാലും ഞാനൊരു വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ സായിപ്പന്മാര് പറയും ഒരു കോമഡി പറയാ, ഒരു കോമഡി പറയാ, ഒരു കോമഡി പറയാ. ഒരു കോമഡി നിങ്ങളെ കൂട്ടി പറയട്ടെ. ഒന്ന് പറയാം. ഒരു മണലാരണ്യത്തിലൂടെ
ഒരു പാവപ്പെട്ട പെണ്ണ് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ കുറച്ച് കോമഡിയാണ്. അപ്പൊ കുറെ കൊള്ളക്കാരൻ ഇങ്ങനെ തോക്കെടുത്ത് ഇങ്ങനെ നിൽക്കും. കോമഡിയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന പെണ്ണ് എങ്ങനെ രക്ഷപ്പെടും? ഇവര് കൊള്ളക്കാരന്മാര് നേരെ പെണ്ണി നേരെ വെടി ഉയർത്തും. അപ്പൊ എങ്ങനെ രക്ഷപ്പെടും? പറ. കോമഡിയാണ്. കോമഡിയാണ്. എങ്ങനെ രക്ഷപ്പെടും? അല്ല മാഡം തന്നെ പറഞ്ഞ കൊള്ളായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കായിരുന്നു. ആലോചിക്കണോ? എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള കാര്യം ആലോചിക്കണം. എങ്ങനെയാണ് കോമഡിയാണ്. പറഞ്ഞോ? ആ കൊള്ളക്കാരന്മാര് വെടി വെക്കൂലേ? അത് ഇത് വരുന്ന ഉണ്ടല്ലോ ബുള്ളറ്റ്, അതിൽ കയറി ആ പെണ്ണ് അങ്ങോട്ട് രക്ഷപ്പെടും. അയ്യോ എടോ, തനിക്ക് ആഹാരം വല്ലതും വേണോ? ഫുഡ് വല്ലതും വേണോ? സീ ഫുഡ് കഴിക്കണോ? സീ ഫുഡ് കഴിക്കും. പിന്നെ കൊള്ളാം. കഴിക്കും. കപ്പലണ്ടിയാ ഇതോടെ സീ ഫുഡ്? അതെന്താണ്? കടല് സീ. കപ്പലണ്ടി എന്താണ്? ഫുഡ്. അതാണ് സീ ഫുഡ്. അതുകൊണ്ട് കൂടുതൽ അവസരം എടുത്തുണ്ട്. കുറെ നേരം വെച്ച് വെള്ളത്തിലേക്ക് കളിക്കുന്നു. പിന്നെ എനിക്ക് ഇയാളെ വിട്ട് തന്നെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യമൊന്നും ഇല്ലായിരുന്നു. പൺമിശ്രന്റെ സഹോദരൻ രാജൻ ഇവിടെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. രാജൻ എവിടെയാ താമസിക്കുന്നത്? വെമ്പാല. വെമ്പാല്. ഓ, പേര് രാജൻ. ഈ രാജവെമ്പാലൊക്കെ നിങ്ങളെ കുടുംബക്കാരനാണ്? അതാണോ പറഞ്ഞത്? കാരണം ഇതിൽ അറിവുകളില്ല. ഞാൻ രണ്ട് അറിവുകൾ ചോദിക്കാം. അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ്? അമേരിക്ക ടാർപ്പിട്ട് മൂടി വെച്ചിരിക്കുന്നു. അതാണോ പറഞ്ഞത്? പിന്നെ പല പല രാജ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. മനസ്സിലായില്ലേ? പിന്നെ അതായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അതായത് നമുക്കേ ഈ ചെറുക്കന്റെ കാര്യങ്ങളെ കുറിച്ച് ഇഷ്ടപ്പെട്ട മേഡത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് തീരുമാനങ്ങൾ? അതിനോട് ചോദിക്കും. മേഡം, പിന്നെ എനിക്ക് ഏറെക്കുറെ എനിക്ക് അമേരിക്ക പോകണം, എങ്ങനെ രക്ഷപ്പെടണം, സംഭവങ്ങളൊക്കെ റെഡിയാണ്. അപ്പോ ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഇനി എനിക്ക് ആ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടുക, പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചാൽ അത്രയും സന്തോഷം. നിനക്ക് കണ്ണിന് വല്ല അസുഖം ഉണ്ടാണ്? പെണ്ണല്ലടാ നിന്റെ മുമ്പ് വായിക്കുന്നത്. എവിടെ ഇങ്ങനെ പെണ്ണ് കണ്ടില്ലല്ലോ? എവിടെയൊന്നും ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ. എടാ ഇതാണ് പെണ്ണെന്ന്. ഇതാണോ പെണ്ണ്? ഓ പിന്നെ ഇതാണ് പെണ്ണ്. ഈ ചക്കപ്പഴം തിന്നാൻ വേണ്ടിട്ടേ പ്ലാവ് മൊത്തത്തിൽ എടുത്ത് തിന്നൂല കേട്ടാ. വേണമെങ്കിൽ നിങ്ങൾ വേറെ നോക്കിയോ, എനിക്ക് പറ്റൂല. നല്ല പെണ്ണാണ് ഞാൻ. ഇല്ലടാ. ഒരു പയ്യനെ കണ്ടുപിടിക്കുന്ന എന്തോരം ബുദ്ധിമുട്ടി വേറെ ആളെ. മിസ്റ്റർ ഗിരി കല്യാണം കഴിച്ചാണോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പൊന്നേ